പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയെ ഇനി തൻ്റെ മകളായി അംഗീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇഷയുടെ അച്ഛനായ റാംമോഹൻ. ഇഷ എൻ്റെ മകളല്ല, നീ എന്ന് എൻ്റെ വാക്ക് ധിക്കരിച്ച് മുന്നിലേക്ക് പോയോ അന്ന് ഞാൻ നിന്നെ എൻ്റെ മകളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരു മകൻ മാത്രമാണ് ഉള്ളത്, അതാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അവൻ എനിക്ക് അത്രയധികം പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഇഷയാകട്ടെ, ഇനി അച്ഛനെ തടയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനെടുത്ത തീരുമാനം എൻ്റെ ജീവിതത്തിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരുത്തുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് തന്നെയാണ് സത്യം. അച്ഛനെടുത്ത തീരുമാനം മുന്നിലേക്ക് പോകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ രാഹുലിനെ രക്ഷിച്ചോളൂ. എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും ഇനി പിന്നിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഇഷ. ഇതേ തുടർന്ന് രാഹുലിനെ കാണുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് റാംമോഹൻ എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് രാഹുലിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന്, അങ്കിൾ എന്നെ രക്ഷിക്കണം, ഇതൊരു കള്ളക്കേസാണ്, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ അറിയുകയില്ല എന്നും എന്നെ സംരക്ഷിക്കണം എന്ന് കരഞ്ഞ് പറയുകയും ചെയ്തതിനെ തുടർന്ന്, രാഹുൽ നീ പേടിക്കണ്ട, ഇതൊരു കള്ളക്കേസാണ് എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സഹായിക്കുന്നതിനായി വന്നിരിക്കുന്നത്. ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോകുന്ന റാംമോഹൻ അതുകൊണ്ട് തന്നെ SIയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് SI കാര്യങ്ങൾ ചോദിക്കുന്നു. കൃത്യമായ തെളിവുകളാണ് നിങ്ങളുടെ മരുമകന് എതിരായിട്ടുള്ളത്. കേസ് മുന്നോട്ട് പോയാൽ അവൻ തൂങ്ങും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി നിങ്ങളുടെ ഭാഗത്താണ് തീരുമാനമുള്ളത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന്, രാഹുലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി, ഞാൻ അത് നൽകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന റാംമോഹൻ ഇതേ തുടർന്ന് പൈസ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുന്ന രാഹുലിന്റെ അടുത്തേക്ക് വരുന്ന റാംമോഹൻ പൈസയെല്ലാം ഞാൻ കറക്റ്റായി നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും അധികം വൈകാതെ തന്നെ നീ ഇവിടെ നിന്ന് റിലീസാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇനി ഇതിനെല്ലാം പിന്നിൽ കളിച്ച അഭിഷേകിനെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന അയാൾ അഭിഷേകിനെ പൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം അഭിഷേക് ആകട്ടെ എന്തോ പ്രശ്നത്തിലാണ് ഇഷ ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇഷയെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് തന്നെ അവളെ സഹായിക്കുന്നതിനായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇഷ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത്. ഇതോടെ ഒരു നിമിഷത്തേക്ക് ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന്
അഭിഷേക് സഹായത്തിനായി മുന്നിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നത് ഇഷയ്ക്ക് വലിയൊരു സഹായമാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.